ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. ഇന്നത്തെ വീഡിയോയിൽ എല്ലാ ആൾക്കാർക്കും യൂസ്ഫുൾ ആകുന്ന, ഒരിക്കലെങ്കിലും നിങ്ങൾക്ക് യൂസ്ഫുൾ ആകുന്ന ഒരു സംഗതിയാണ് നമ്മുടെ ഇന്നത്തെ വീഡിയോയുടെ ടോപ്പിക് എന്ന് പറയുന്നത്. ഗ്ലിസറിനും റോസ് വാട്ടറും കൂടെ മിക്സ് ചെയ്തിട്ട് യൂസ് ചെയ്തിട്ടുണ്ടാകും. പലരും യൂസ് ചെയ്തിട്ടുണ്ടാകും. ഈ വീഡിയോ കാണുന്ന 50% ഓഫ് ആൾക്കാരും ഇത് ഓൾറെഡി യൂസ് ചെയ്തിട്ടുണ്ടാകും. ഇല്ലാത്ത ആൾക്കാർ ഇതിനെക്കുറിച്ചിട്ട് നിങ്ങൾക്ക് ഡീറ്റെയിൽ ആയിട്ട് ഈ വീഡിയോ കാണുമ്പോൾ മനസ്സിലാകും. അപ്പോൾ ഞാൻ എന്തിനാണ് ഈ ഗ്ലിസറിൻ പ്ലസ് റോസ് വാട്ടർ, ഞാൻ കേട്ടിട്ടൊക്കെ ഉണ്ട്, എനിക്കറിയാം ഡ്രൈനെസ് കൺട്രോൾ ചെയ്യാനായിട്ട് ഈ ഗ്ലിസറിനും അതുപോലെ ഈ റോസ് വാട്ടറും ഒക്കെ ഹെൽപ്പ് ചെയ്യും എന്നൊക്കെ എനിക്കറിയാം. പക്ഷേ ഞാനിതങ്ങനെ യൂസ് ചെയ്യാനോ അല്ലെങ്കിൽ ഈ റോസ് വാട്ടർ ഞാൻ ടോണറൊക്കെ ആയിട്ട് യൂസ് ചെയ്തിട്ടുണ്ടെങ്കിലും ഇങ്ങനെ ഇത് രണ്ടും കൂടെ ഓൾ ടുഗെദർ ഞാൻ ഫേസിലോ അല്ലെങ്കിൽ എൻ്റെ സ്കിന്നിലോ ഒന്നും അപ്ലൈ ചെയ്യേണ്ട അവസ്ഥ എനിക്ക് വന്നിട്ടില്ല. ഓവർ ഡ്രൈ ആയിട്ടില്ല എൻ്റെ ഫേസ്. പക്ഷേ ഒരു പോയിന്റിൽ ഈ ഒരു ലാസ്റ്റ് കുറച്ച് മാസങ്ങളായിട്ട് എൻ്റെ കാല് ഭയങ്കരമായിട്ട് ഡ്രൈ ആയിട്ട് ചൊറിയാൻ തുടങ്ങി. രാത്രി സമയത്ത് എനിക്ക് ഭയങ്കര ചൊറിച്ചിലായിരിക്കും. ചൊറിച്ചെന്ന് വെച്ചാൽ നമ്മൾ കിടക്കുന്ന സമയത്തൊന്നുമില്ല, നമ്മളൊരു എന്താ പറയുക, ഒരു 12:30 1 മണി ആ സമയമൊക്കെ ആകുമ്പോൾ നമ്മൾ ഈ ചൊറിച്ചിൽ കാരണം തന്നെ ഉണരാൻ തുടങ്ങി. ഭയങ്കരമായിട്ട് ചൊറിയും, ഭയങ്കര ഡ്രൈ ആയിട്ട് വെള്ള പൊടി ഇങ്ങനെ വരാൻ തുടങ്ങി കാലിൻ്റെ ആ ഒരു ഭാഗത്ത്. ഞാൻ എവിടെയെങ്കിലും ഞാൻ പിക്ചർ കൊടുക്കാം എന്തായിരുന്നു അവസ്ഥ എന്നുള്ളത്. എക്സാക്റ്റ് ആ ഒരു ഭയങ്കര അലമ്പ അവസ്ഥയല്ല, എന്നാലും സിമിലർ ആയിട്ടുള്ള ഒരു പിക്ക് ഞാൻ കൊടുക്കാം, നിങ്ങൾക്ക് കാണുമ്പോൾ മനസ്സിലാവും. ഭയങ്കര ഡ്രൈ ആയിട്ട് ഭയങ്കരമായിട്ട് ചൊറിയാൻ തുടങ്ങി. പിന്നെ ചൊറിഞ്ഞ് ചെറിയ ചെറിയ കുരുക്കൾ വരാൻ തുടങ്ങി. പിന്നെ നമ്മൾ ചൊറിയുമ്പോൾ ഓട്ടോമാറ്റിക്കലി നമ്മൾ എന്ത് ചെയ്യും, ഭയങ്കര നമുക്ക് ആ ഒരു ചൊറിച്ചിൽ മാറാൻ വേണ്ടി നമ്മൾ കനമായിട്ടിട്ട് ചൊറിയും, അവിടെ മുറിവുണ്ടാകും. പിന്നെ അത് വന്നിട്ട് ഇങ്ങനെ കറുത്ത തൊലി പോയിട്ട് പിന്നെ അത് ചോര വരാനും അങ്ങനെയൊക്കെ തുടങ്ങി. ഭയങ്കര കുളമാവാൻ തുടങ്ങി എൻ്റെ കാലിൻ്റെ അവസ്ഥ. അപ്പം ഞാൻ പൊതുവേ എനിക്ക് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അലോവേറ ജെല്ല് ബോഡിയിൽ ഫുള്ള് ഞാൻ ലോഷനായിട്ട് അലോവേറ ജെല്ലാണ് യൂസ് ചെയ്തുകൊണ്ടിരുന്നത്. അപ്പോൾ ഞാൻ അലോവേറ ജെല്ല് കണ്ടിന്യൂസ് ആയിട്ട് ചൊറിയുമ്പോഴൊക്കെ ഞാൻ അലോവേറ ജെല്ലെടുത്ത് അപ്പോൾ പുരട്ടി വിടും. ഒരു 5-10 മിനിറ്റ് ഒരു ആശ്വാസം കിട്ടും. പക്ഷെ പിന്നെയും എഗെയിൻ എനിക്ക് ഇത് തന്നെ അവസ്ഥ. എനിക്ക് രാത്രിയിലൊന്നും ഉറക്കില്ല, അതുപോലെ കലക്ക് ചൊറിയാൻ തുടങ്ങി. അങ്ങനെ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കുന്ന സമയത്ത് ലോഷനൊക്കെ ഞാൻ കുറേ നോക്കി. ദിവ്യയുടെ ലോഷൻ വാങ്ങി നോക്കി, ആയൂറിൻ്റെ ലോഷൻ നോക്കി, അതുപോലെ കുറേ ലോഷൻസ് ഞാനിപ്പോൾ ഓർക്കുന്ന പോലെ ഹിമാലയയുടെ ബോഡി ലോഷൻ ഞാൻ വാങ്ങി നോക്കി. കുറേ സാധനങ്ങൾ നോക്കി. എനിക്ക് എന്ത് സ്കിൻ പ്രോബ്ലം വന്നാലും, ഇപ്പം എൻ്റെ വീട്ടിലുള്ളവർക്കാണെങ്കിലും എന്നെ പരിചയമുള്ള ആൾക്കാർക്കാണെങ്കിലും ഞാൻ വേഗം സജസ്റ്റ് ചെയ്യുന്നൊരു സാധനമാണ് ബോറോളിൻ. നമുക്കറിയാം, ഒരു പച്ച ഒരു ട്യൂബ്, ചെറിയ ട്യൂബ്, ഒരു 40 രൂപ ആ ഒരു എമൗണ്ടിലൊക്കെ നമുക്ക് കിട്ടും. അത് ഞാൻ കണ്ടമാനം വാങ്ങിച്ച് വാരി പൊത്തി എൻ്റെ കാലയിൽ. പക്ഷേ ഒരു ബെനിഫിറ്റും ഉണ്ടായില്ല എന്ന് മാത്രമല്ല, എനിക്ക് ഈ ചൊറിച്ചിൽ കൊണ്ട് ഒരു രക്ഷയില്ലാത്ത അവസ്ഥയായി. അപ്പോൾ അങ്ങനെയാണ്, എനിക്കറിയാവുന്ന കാര്യമായിരുന്നു ഈ ഗ്ലിസറിനും റോസ് വാട്ടറും നമുക്ക് ഈ ഡ്രൈനെസ്സിനെ പ്രിവെൻറ്റ് ചെയ്യും എന്നൊക്കെ. പക്ഷേ എന്നാലും ആ സമയത്ത് എൻ്റെ മൈൻഡിൽ ഇതൊന്നും പോയില്ല. ആ ടൈമിൽ ഞാനിങ്ങനെ എന്തൊക്കെയോ സ്ക്രോൾ ചെയ്ത് യൂട്യൂബിലോ ഇൻസ്റ്റഗ്രാമിലോ പോകുന്ന സമയത്താണ് ഇങ്ങനെ ആർക്കും ഇങ്ങനെ ഫേസിൽ ഇങ്ങനെ ഭയങ്കരമായിട്ട് ഡ്രൈനെസ് വന്നിട്ട് അവരിങ്ങനെ ഗ്ലിസറിനും റോസ് വാട്ടറും യൂസ് ചെയ്ത് ഭയങ്കരമായിട്ട് ഡിഫറൻസ് ഉണ്ടായി എന്നൊക്കെ പറഞ്ഞ് ഞാനിങ്ങനെ ഒരു വീഡിയോ ഷോർട്ടോ അങ്ങനെ എന്തോ കണ്ടു. അപ്പം ഞാൻ വിചാരിച്ചു, ഓക്കെ, ഫേസിലായിരിക്കും ഇങ്ങനെ പ്രോബ്ലം, ചിലപ്പോൾ നമ്മുടെ കയ്യിലേക്ക് മാറാൻ സാധ്യത കുറവാണ്, എന്നാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം എന്നുള്ള രീതിയിൽ. കാരണം എനിക്ക് അത്രയും മടുത്തായിരുന്നു. എന്തെങ്കിലും ഒന്ന് ചെയ്തത് മാറിയാൽ മതിയെന്നേ ഉള്ളൂ. ഞാൻ ഓയിൻമെൻറ്റ്സും നമ്മുടെ ഈ ഡോക്ടർ പ്രിസ്ക്രൈബ് ചെയ്ത സാധനങ്ങളൊക്കെ യൂസ് ചെയ്ത് നോക്കി. ഭയങ്കരമായിട്ട് ചൊറിച്ചിലായിട്ടേ ഭയങ്കര ബുദ്ധിമുട്ടായി. ഞാൻ മെഡിസിനൊക്കെ സ്റ്റാർട്ട് ചെയ്ത് തുടങ്ങിയായിരുന്നു. അപ്പോൾ ആ ഒരു ടൈമിൽ ഞാനിങ്ങനെ വെറുതെ പരീക്ഷിക്കാൻ വേണ്ടിയിട്ടാണ് ഗ്ലിസറിനും റോസ് വാട്ടറും ഞാൻ വാങ്ങിച്ചത്. ഞാൻ വാങ്ങിച്ചിട്ട് എന്താ ചെയ്തതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഒരു മിനിറ്റ് ഞാനിത് എടുത്ത് വെച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ കാണിക്കാം. ഇത് ഞാൻ ആദ്യം വാങ്ങിച്ച ഗ്ലിസറിൻ്റെ ബോട്ടിലല്ല. ആദ്യം ഞാൻ ഇതൊരു 400 ഗ്രാമിൻ്റെ ഒരു ബോട്ടിലാണ്. ഇത് ഗ്ലിസറിനാണ്. ഇത് വെജിറ്റബിൾ ഗ്ലിസറിനാണ് കേട്ടോ. നോർമൽ ഗ്ലിസറിൻ നമ്മൾ വാങ്ങിക്കത്തില്ലേ, ചെറിയ ബോട്ടിൽ കിട്ടുന്ന, അതല്ല ഞാൻ വാങ്ങിച്ച വെജിറ്റബിൾ ഗ്ലിസറിനാണ്. ഈ ഗ്ലിസറിൻ ഞാൻ വാങ്ങിച്ചു. ഇതിന് മുന്നേ ഞാൻ വാങ്ങിച്ചൊരു 100 ഗ്രാമിൻ്റെയാണ്. 100 ഗ്രാം അല്ലല്ലോ, 100 മില്ലി, അതാണ് ഞാൻ വാങ്ങിച്ചത്. അപ്പോൾ അത് വാങ്ങിച്ച് ഞാൻ നമ്മുടെ റോസ് വാട്ടർ, നോർമലി നമ്മുടെ പനിനീര് നമ്മൾ കടയിൽ കിട്ടത്തില്ലേ, നോർമൽ ഒരു ബ്രാൻഡും ഇല്ലാത്തൊരു സാധനം, ബ്രാൻഡ് ഉണ്ടോ എന്ന് ഞാൻ ശ്രദ്ധിച്ചിട്ടില്ല, ആ സാധനം കൂടെ വാങ്ങിച്ച് ഞാൻ മിക്സ് ചെയ്ത് തേച്ചു. പക്ഷെ ഭയങ്കര ഡിഫറൻസ് ആയിരുന്നു. ഒരു 3 ദിവസത്തിൽ എനിക്ക് ഭയങ്കര ഡിഫറൻസ് വന്നു. ബിക്കോസ് ചൊറിച്ചിലില്ല, വന്ന കുഞ്ഞു കുരുക്കളില്ലേ, അത് പെട്ടെന്ന് അങ്ങ് പോയി. രാത്രി എനിക്ക് സുഖമായിട്ട് ഉറങ്ങാൻ പറ്റി, ചൊറിച്ചിലില്ല. അപ്പോൾ ഞാനിങ്ങനെ രാവിലെയും വൈകുന്നേരവും തേക്കാൻ തുടങ്ങി. നല്ല രീതിയിൽ രാവിലെയും വൈകുന്നേരവും തേച്ച് ഒരാഴ്ച കഴിഞ്ഞപ്പോൾ എനിക്ക് ഭയങ്കര ഡിഫറൻസ് വന്നു. എനിക്ക് ചൊറിച്ചിലേ ഇല്ല. പക്ഷേ ആ പാടുകളൊക്കെ ഈ നമ്മൾ ചൊറിഞ്ഞ് പൊട്ടിച്ചതിൻ്റെ ഒരു പാടുകളെല്ലാം അവിടെ തന്നെ ഉണ്ടായിരുന്നു. അപ്പോൾ അത് ഡെയിലി ഞാനതിങ്ങനെ യൂസ് ചെയ്ത് വരാൻ തുടങ്ങി. അപ്പോൾ എനിക്ക് നല്ല ചേഞ്ചസ് വന്നു. എനിക്ക് ചൊറിച്ചിലേ ഇല്ല. ഇൻ കേസ് ഞാൻ ഒരു ദിവസം തേക്കാൻ മറന്നുപോയാൽ എനിക്ക് നല്ല വ്യത്യാസം വന്നതും കൂടെ മാറി എനിക്ക് ചൊറിച്ചിൽ വരാൻ തുടങ്ങി. സോ ഞാൻ സ്കിപ്പ് ചെയ്യാണ്ട് കുറേ ദിവസം ഇത് അടുപ്പിച്ച് ഞാനിത് തേക്കാൻ തുടങ്ങി. ഇത് ഗ്ലിസറിനും പനിനീരും കൂടി മിക്സ് ചെയ്ത് വെച്ചിരിക്കുന്ന ഒരു ബോട്ടിലാണ്. ഞാൻ ഈ ഒരു ട്യൂബിനകത്താണ്
ദേ ഇത് മാമായർത്തിൻ്റെ ഏതോ ഒരു അലോവേറ ജെല്ലിൻ്റെ ട്യൂബാണ്. ട്യൂബല്ലല്ലോ, ഇത് മൊത്തത്തിൽ കുഴപ്പമാട്ടോ. അങ്ങനത്തെ ഒരു ബോട്ടിലാണിത്. ആ ബോട്ടിലിനകത്തോട്ട് ഞാനിത് അതാകുമ്പോൾ പമ്പ് ചെയ്ത് നമുക്ക് എടുക്കാം, ആവശ്യത്തിന് എടുത്തിട്ട് നമുക്ക് ഇങ്ങനെ പമ്പ് ചെയ്ത് വെക്കാം. ഇത് കണ്ടോ, ഇങ്ങനെ കുറച്ച് വെള്ളം പോലെ ആയിരിക്കും ഇത് കിട്ടുന്നത്. പക്ഷേ നമുക്ക് ആ ഒരു ചെറിയൊരു സ്റ്റിക്കിനെസ് പോലത്തെ ഒരു എഫക്റ്റും ഈ ഗ്ലിസറിൻ്റെ ഇതിനകത്തുണ്ടാകും. നമ്മുടെ സ്കിൻ ഭയങ്കര സോഫ്റ്റ് ആക്കും. അപ്പോൾ എനിക്ക് എടുക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഈ രീതിയിൽ ഇതിനെ എടുത്തൊരു ബോട്ടിൽ വെച്ചിരിക്കുന്നത്. അപ്പോൾ നിങ്ങൾ കുറച്ച് വെള്ളം പോലെ ആയതുകൊണ്ടാണ് ഇങ്ങനത്തെ ഒരു ബോട്ടിൽ നിങ്ങൾ ഇത് സ്റ്റോർ ചെയ്യുന്നതായിരിക്കും ബെസ്റ്റ് എന്ന് പറയുന്നത്. ബിക്കോസ് നിങ്ങൾക്ക് എടുക്കാനൊക്കെ ഈസി ആയിരിക്കും. നമ്മൾ നോർമൽ ഒരു അടപ്പിട്ടൊരു ഒരു പാത്രത്തിൽ അല്ലെങ്കിൽ ഒരു കുപ്പിയിൽ ഇത് അടച്ചു വെച്ചാൽ നമ്മളിത് എടുക്കുന്ന സമയത്ത് കുറച്ച് വാട്ടറി പോലെ ആയതുകൊണ്ട് ഇത് വേഗം പോരും. എനിക്ക് അങ്ങനത്തെ അബദ്ധം പറ്റി എൻ്റെ കുറേ പ്രൊഡക്റ്റൊക്കെ വെറുതെ പോയി. സോ നിങ്ങളൊരു പമ്പ് ഇങ്ങനത്തെ ബോട്ടിൽ എടുക്കുന്നതായിരിക്കും ബെസ്റ്റ് എന്ന് പറയുന്നത്. അപ്പോൾ ഇത് വെച്ചിട്ട് നമ്മുടെ ഡ്രൈനെസ് നല്ലോണം മാറും എന്ന് വെച്ചാൽ എല്ലാവർക്കും അറിയാം ഗ്ലിസറിനും പനിനീരും വെച്ച് ഡ്രൈനെസ് മാറുമെന്ന്. പക്ഷേ നിങ്ങൾ മാറും എന്തെങ്കിലും ആവശ്യം വരുമ്പോൾ യൂസ് ചെയ്യാമെന്ന് പറഞ്ഞിരിക്കുവാണെങ്കിൽ നിങ്ങൾക്ക് നോർമൽ ഡ്രൈനെസ്സേ നിങ്ങളുടെ സ്കിന്നിലുള്ളെങ്കിലും നിങ്ങൾക്ക് ഈ ഒരു സാധനം അടിപൊളിയായിട്ട് എഫക്റ്റീവാണ്. നിങ്ങൾ യൂസ് ചെയ്തോ. നിങ്ങൾക്ക് എന്തൊക്കെ ഗുണമുണ്ടെന്നും കൂടെ ഞാൻ പറഞ്ഞു തരാം. നമ്മുടെ സ്കിന്നിന് വരുന്ന ഏജിങ് ഉണ്ടല്ലോ, ഏജിങ് ഇത് റിവേഴ്സ് ആക്കും. ഏജിങ് ആവില്ല നമ്മുടെ ഫേസിലോ അല്ലെങ്കിൽ നമ്മുടെ ഫുൾ സ്കിന്നിന് വന്നിട്ട് നല്ല രീതിയിൽ ഇത് ആ ഒരു എലാസ്റ്റിസിറ്റി ഉണ്ടല്ലോ. ഇപ്പം നമ്മുടെ സ്കിന്നിൽ ഇങ്ങനെ തൊടുന്ന സമയത്ത് കുറച്ച് സോഫ്റ്റ് ആയിട്ട് ഇതിങ്ങനെ ടച്ച് ചെയ്തു, പിന്നെ അത് വിടുമ്പോൾ നമ്മുടെ നോർമൽ അവസ്ഥയിലേക്ക് വരും. അതാണ് ഈ എലാസ്റ്റിസിറ്റി എന്ന് പറയുന്നത്. അപ്പോൾ ഈ നമ്മുടെ ഫേസിലൊക്കെ ഇത് നൈറ്റ് ഒരു സെറം കണക്കിന് അപ്ലൈ ചെയ്യുവാണെങ്കിൽ നമുക്ക് ഭയങ്കരമായിട്ട് ഗുണം ഉണ്ടാകും. നമ്മുടെ സ്കിന്നിൻ്റെ ഡ്രൈനെസ് മാറ്റും, ഏജിങ് റിവേഴ്സ് ആക്കും, അതുപോലെ പോഴ്സിനെ ടൈറ്റ് ചെയ്യും. അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ ഇത് ചെയ്യുന്നുണ്ട്. അപ്പം നമ്മുടെ സ്കിന്നിനൊക്കെ എല്ലാ സ്കിന്നിനും എന്തെങ്കിലും ഒരു പ്രശ്നം, ഇപ്പോൾ ആക്നി ആയിക്കോട്ടെ, പിമ്പിൾ വരുന്നതായിക്കോട്ടെ, ഡാർക്ക് സ്പോട്ട് ആയിക്കോട്ടെ, ഡൾനെസ്, അൺഈവൻ സ്കിൻ ടോണ്, ഇതൊക്കെ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഓരോ പ്രോബ്ലംസ് ആണല്ലോ. ഇതിനെയൊക്കെ നമ്മുടെ സ്കിന്നിന് സ്വയം ഹീൽ ചെയ്യാനുള്ള കഴിവുണ്ട്. പക്ഷേ നമ്മുടെ സ്കിൻ ഭയങ്കര അൺഹെൽത്തി ആയിട്ടിരിക്കുന്ന സാഹചര്യത്തിൽ ഇതൊന്നും നമ്മുടെ സ്കിന്നിനെ കൊണ്ട് ചെയ്യാൻ പറ്റത്തില്ല. നമ്മൾ ഹെൽത്തി ആയിട്ടിരിക്കുമ്പോഴാണ് നമ്മൾ എന്തെങ്കിലും ചെയ്യത്തുള്ളൂ, നമുക്കൊരു മൂഡ് ഉണ്ടാകത്തുള്ളൂ എന്തെങ്കിലും ചെയ്യാൻ. അതുപോലെ തന്നെയാണ് നമ്മുടെ സ്കിന്നും. അപ്പം നമ്മുടെ സ്കിൻ ഹെൽത്തി ആവുകയാണെങ്കിൽ ഇതെല്ലാം സ്വയം ചെയ്തോളും. മനസ്സിലായില്ലേ? അപ്പോൾ എന്തെങ്കിലും ഒരു ഹെൽത്തി ആയിട്ടുള്ള സാധനം നമ്മുടെ സ്കിന്നിന് കൊടുത്താൽ മതി. അപ്പോൾ അതിനുള്ള ഒരു അടിപൊളി ഓപ്ഷനാണ് നമ്മുടെ ഈ ഗ്ലിസറിനും റോസ് വാട്ടർ എന്ന് പറയുന്നത്. നിങ്ങളിത് റെഗുലറായിട്ട് നിങ്ങളുടെ സ്കിൻ കെയർ റുട്ടീനിൽ ഇൻക്ലൂഡ് ചെയ്യുവാണെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ സ്കിൻ ഹെൽത്തി ആയിക്കോളും. അപ്പോൾ നിങ്ങളുടെ സ്കിന്നിലുള്ള എല്ലാ പ്രശ്നങ്ങളും നിങ്ങളുടെ സ്കിന്ന് തന്നെത്താനെ ഹീൽ ചെയ്തോളും. ഇതൊരു അടിപൊളി പരിപാടിയാണ്. ഞാൻ രാത്രി ഇത് യൂസ് ചെയ്യുന്നുണ്ട്. പക്ഷേ ഒന്നരാടൊക്കെയാണ് ഞാൻ യൂസ് ചെയ്യുന്നത്. കാരണം എനിക്ക് കുറച്ച് പ്രൊഡക്റ്റിൻ്റെയും കൂടെ റിവ്യൂ ചെയ്യേണ്ടതുകൊണ്ട് ഞാൻ അതും പരീക്ഷിക്കുന്നുണ്ട്. പക്ഷേ ഒരു സമയത്ത് ഞാനിത് നല്ലപോലെ അപ്ലൈ ചെയ്ത് നല്ല റിസൾട്ട് എനിക്ക് കിട്ടിയതാണ്. അപ്പോൾ അതുകൊണ്ട് ഞാൻ പറയുകയാണ്, നല്ല സാധനമാണ്. നിങ്ങളുടെ ഫുൾ ബോഡി ലോഷനായിട്ട് നിങ്ങൾക്ക് ഇത് യൂസ് ചെയ്യാൻ പറ്റും. സ്കിൻ കെയറിൽ നിങ്ങൾക്ക് ഇത് യൂസ് ചെയ്യാൻ പറ്റും. നല്ല അടിപൊളി റിസൾട്ട് ഉണ്ടാവും. ഇനി നിങ്ങൾക്ക് നെയിൽസൊക്കെ ഇങ്ങനെ ഭയങ്കരമായിട്ട് വിണ്ട് കീറി എപ്പോഴും നെയിൽസൊക്കെ പൊട്ടിപ്പോവുകയാണെങ്കിൽ നെയിലിനും നിങ്ങൾക്ക് ഈ ഗ്ലിസറിനും ഈ റോസ് വാട്ടറും കൂടെ അപ്ലൈ ചെയ്യാം. അപ്പം നല്ല രീതിക്ക് നെയിലിനും നല്ല ഗ്രോത്ത് ഉണ്ടാകും, നല്ല സ്ട്രെങ്ത് ഉണ്ടാകും. അപ്പോൾ ഒന്ന് ആലോചിച്ച് നോക്കിക്കുക, നമ്മുടെ ഈ ഒരു ഗ്ലിസറിൻ അല്ലെങ്കിൽ റോസ് വാട്ടർ എന്തൊക്കെ ഗുണമാണ് നമുക്ക് തരുന്നത്. പക്ഷേ നമ്മൾ വളരെ കൂളായിട്ട് നമുക്ക് ചെയ്യാവുന്ന കാര്യമായതുകൊണ്ട് നമ്മളങ്ങ് വിട്ടുകളയും. നമ്മൾ എന്തെങ്കിലും വലിയ കാശ് മുടക്കി സാധനം വാങ്ങിച്ച് നമ്മൾ ഉപയോഗിക്കും. അപ്പോൾ ഇനിയെങ്കിലും നിങ്ങൾ നല്ലൊരു സാധനമാണ്, നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടെങ്കിൽ നിങ്ങളത് യൂസ് ചെയ്ത് നോക്കുക. എന്ത് തരം ഡ്രൈനെസ് ആണെങ്കിലും, എക്സ്ട്രീം ഡ്രൈനെസ് ആണെങ്കിലും നിങ്ങൾക്ക് ഈ സാധനം കൊണ്ട് ഗുണം ഉണ്ടാകും. നിങ്ങൾക്ക് ഇനി ഞാൻ പറഞ്ഞതിൽ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഗ്ലിസറിൻ നിങ്ങളുടെ സ്കിന്നിൽ എങ്ങനെയാണ് ആക്ട് ചെയ്യുന്നത്, അല്ലെങ്കിൽ ഗ്ലിസറിന് എന്തൊക്കെ ബെനിഫിറ്റ് ഉണ്ടെന്ന് ഗൂഗിൾ ചെയ്ത് നോക്കാം. അതുപോലെ ഇത് പനിനീരും നമ്മുടെ ഗ്ലിസറിനും കൂടി മിക്സ് ചെയ്യുമ്പോൾ എന്തൊക്കെ ഗുണമുണ്ടെന്നുള്ളത് നിങ്ങൾക്ക് ഗൂഗിൾ ചെയ്ത് നോക്കാം. അപ്പം നിങ്ങൾക്ക് ക്ലിയർ ആകും. ഒരാൾ പറയുന്നതിനേക്കാൾ വിശ്വാസമായിരിക്കുമല്ലോ നമുക്ക് ഗൂഗിൾ ചെയ്ത് കാര്യങ്ങൾ വ്യക്തമാകുമ്പോൾ. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഞാൻ പറയണമെന്ന് വിചാരിച്ചത് ഇന്നത്തെ വീഡിയോയിൽ. പറഞ്ഞു വന്നപ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷമുള്ളൊരു കാര്യമായതുകൊണ്ട് കുറേ ഞാൻ പറഞ്ഞു. ഭയങ്കര ചൂടാണ്, എനിക്കറിയാം എല്ലാവർക്കും ഭയങ്കര ചൂടാണ്. ഞാൻ ഇങ്ങനെ വെട്ടി വേർത്തുകൊണ്ടിരിക്കുകയാണ്. പക്ഷേ നമുക്ക് ഫാനൊന്നും ഇടാൻ പറ്റത്തില്ല, ഭയങ്കര നോയ്സ് ആയിരിക്കും. അപ്പോൾ കാര്യങ്ങൾ ഞാൻ പറഞ്ഞത് നിങ്ങൾക്ക് ക്ലിയർ ആയെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. നിങ്ങൾക്ക് ഇതുപോലത്തെ യൂസ്ഫുൾ വീഡിയോസ് കാണണമെന്നുണ്ടെങ്കിൽ നമ്മുടെ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക. വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റിലൂടെ അറിയിക്കുക. അപ്പോൾ നമുക്ക് വേറൊരു വീഡിയോ ആയിട്ട് കാണാം. ടിൽ ദെൻ ബൈ.